ബ്രേവിക്സ് PSC സെൻറ്റർ അവതരിപ്പിക്കുന്ന കേരളത്തിലെ വനങ്ങൾ എന്ന യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. ഇന്ത്യയിലെ വന നിയമം 1927, വന്യജീവി സംരക്ഷണ നിയമം 1972, പ്രോജക്റ്റ് ടൈഗർ 1973, ജലമലിനീകരണ നിയന്ത്രണ നിയമം 1974, വനസംരക്ഷണ നിയമം 1980, വായുമലിനീകരണ നിയന്ത്രണ നിയമം 1981, കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് 1985, പരിസ്ഥിതി സംരക്ഷണ നിയമം 1986, പ്രോജക്റ്റ് എലിഫന്റ് 1992, ഇന്ത്യൻ ജൈവവൈവിധ്യ നിയമം 2002. കേരളത്തിലെ വനവിസ്തൃതി കേരള ഫോറസ്റ്റ് സ്റ്റേറ്റ് റിപ്പോർട്ട് പ്രകാരം 11,309.5032 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യ സ്റ്റേറ്റ് ഫോറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം 22,059. ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം 14. കേരളത്തിൽ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനങ്ങൾ? കേരള സ്റ്റേറ്റ് റിപ്പോർട്ട് പ്രകാരം 29.101%. ഇന്ത്യ സ്റ്റേറ്റ് ഫോറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം 54.42%. കേരളത്തിൽ സസ്യങ്ങളുടെ സമൃദ്ധിയെക്കുറിച്ച് പരാമർശിക്കുന്ന വിദേശ ഗ്രന്ഥങ്ങളാണ് മലബാർ മാനുവൽ, മെമോസ് ഓഫ് ദ സർവേ ഓഫ് ദ ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ. അടുത്ത ടോപ്പിക്കാണ് റിസർവ് വനം. കേരളത്തിലെ ആദ്യ റിസർവ് വനം കോന്നി. കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1888. കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം വിയ്യാപുരം ഹരിപ്പാട്. രാജവെമ്പാലയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ പൂയംകുട്ടി വനം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല ആലപ്പുഴ. കമ്മാടൻകാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. ദേവിയർകാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. അടുത്ത ടോപ്പിക്കാണ് വനം ഡിവിഷൻ. കേരളത്തിലെ വനം ഡിവിഷനുകളുടെ എണ്ണം 36. കേരളത്തിൽ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ റാന്നി, വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ ആറളം. കേരള സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വനവികസനത്തിനായുള്ള പൊതുമേഖലാ സ്ഥാപനം കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻതോട്ടം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ. നിലമ്പൂർ തേക്കിൻതോട്ടം ആരംഭിച്ചത് കനോലി. കനോലി പ്ലോട്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ്? തേക്ക് തോട്ടം. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച കേരളത്തിലെ മരം നിലമ്പൂർ തേക്ക്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് 1975. തിരുവിതാംകൂറിലെ വനനിയമം നിലവിൽ വന്നത് 1887. കേരള വനനിയമം 1961. മദ്രാസ് ഫോറസ്റ്റ് നിയമം 1882. കേരള വൃക്ഷ സംരക്ഷണ നിയമം 1986. കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം 1998. സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് രൂപീകരിച്ച വർഷം 2005. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കേരളത്തിൽ കാടുകൾ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത്? ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. സാമ്പത്തിക പ്രാധാന്യമുള്ള മൺസൂൺ വനങ്ങളാണിവ. ഇലപൊഴിയും മരങ്ങളാണ് ഇവിടെ വളരുന്നത്. ഇവയെ മൺസൂൺ വനങ്ങളെന്നും വിളിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ മൺസൂൺ വനങ്ങൾ അഥവാ ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും കാടുകൾ. ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ മഴക്കാടുകളാണ്. ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾക്ക് ഉദാഹരണമാണ് സൈലന്റ് വാലി, പൂയംകുട്ടി. കേരളത്തിൽ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന പ്രദേശം പശ്ചിമഘട്ട മലനിരകൾ. കേരളത്തിൽ നിത്യഹരിത വനങ്ങൾക്ക് ഉദാഹരണമായി സംരക്ഷണ കേന്ദ്രം സൈലന്റ് വാലി. ഉപോഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെയാണ്? മറയൂർ, ഇടുക്കി ജില്ലയിലെ മറയൂർ. കേരളത്തിലെ ആകെ വനവിസ്തൃതിയുടെ 1% മാത്രം കാണപ്പെടുന്ന വനങ്ങളാണ് ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ. മഴ വളരെ കുറവുള്ള പ്രദേശങ്ങളിൽ കാണുന്നു. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചെരുവിൽ ഇത്തരം കാടുകളുണ്ട്. കേരളത്തിൽ പ്രകൃത്യാ തന്നെ വളരുന്ന ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് മറയൂർ, ഇടുക്കി. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂർ. കേരളത്തിൽ ചന്ദന ഡിസ്റ്റിലറിയുള്ള ഏക സ്ഥലം മറയൂർ. മറയൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം മറയൂർ. മറയൂരിൽ കൂടി ഒഴുകുന്ന നദി പാമ്പാർ. ഏറ്റവും കൂടുതൽ ചന്ദനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം കർണാടക. ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മൈസൂർ. തമിഴ്നാടിനോടും കർണാടകയോടും ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ അതിർത്തി വനങ്ങളിൽ കാണപ്പെടുന്ന ശുഷ്ക ഇലപൊഴിയും കാടുകളാണ് ചന്ദന കാടുകൾ. ഇത്തരം കാടുകളുടെ പ്രധാന വൃക്ഷം ചന്ദനം. 2019 ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച ഇടുക്കി ഉൽപ്പന്നം മറയൂർ ശർക്കര. കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? ഇടുക്കി. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. വനവിസ്തൃതി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. വനവിസ്തൃതിയിൽ 2ാം സ്ഥാനം വയനാടിനും 3ാം സ്ഥാനം പത്തനംതിട്ടയ്ക്കുമാണ്. വനവിസ്തൃതി ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ. ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല വയനാട്. ഏറ്റവും കൂടുതൽ മലയോര പ്രദേശങ്ങളുള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏതാണ്? കോന്നി. കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1888.
കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം വിയ്യാപുരം ഹരിപ്പാട്. രാജവെമ്പാലയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ പൂയംകുട്ടി വനം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. കേരളത്തിലെ വനം ഡിവിഷനുകളുടെ എണ്ണം 36. കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ റാന്നി. വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ ആറളം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീച്ചി. കേരള ഫോറസ്റ്റ് സീഡ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീച്ചി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത് സ്ഥാപനങ്ങളും ആസ്ഥാനങ്ങളും. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി തൃശ്ശൂർ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാട് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് അക്കാദമി അരിപ്പ തിരുവനന്തപുരം. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് തിരുവനന്തപുരം. കേരള ഫോറസ്റ്റ് സ്കൂൾ വാളയാർ പാലക്കാട്. പശ്ചിമഘട്ട ഫീൽഡ് റിസർച്ച് സ്റ്റേഷൻ എരിഞ്ഞപ്പാലം കോഴിക്കോട്. കേരള ഫോറസ്റ്റ് സീഡ് സെന്റർ പീച്ചി തൃശ്ശൂർ. പ്രോജക്ട് ടൈഗർ ഫീൽഡ് ഡയറക്ടർ ഓഫീസ് കോട്ടയം. ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കോളജിക്കൽ സയൻസ് വെള്ളൂർ കോട്ടയം. വന്യജീവി സംരക്ഷണം ഇൻസിറ്റു ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. വന്യജീവി സംരക്ഷണം രണ്ട് വിധം: ഇൻസിറ്റു കൺസർവേഷൻ ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവിവിഭാഗങ്ങളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കപ്പെടുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ. വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഇതിന് ഉദാഹരണമാണ്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് കമ്മ്യൂണിറ്റി റിസർവുകൾ. കേരളത്തിൽ ഒരു പ്രധാന കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ട വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. മനുഷ്യാവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവവിധ മേഖലയാണ് കാവുകൾ. അടുത്തത് എക്സിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കപ്പെടുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ. സുവോളജിക്കൽ പാർക്കുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ജീൻ ബാങ്കുകൾ ഇതിന് ഉദാഹരണമാണ്. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശനാശ വർധനവിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ പാർക്കുകൾ. വൈവിധ്യമാർന്ന സ്പീഷീസിൽപ്പെട്ട അപൂർവ ഇനവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പാലോട് തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. ആവശ്യമായ അവസരങ്ങളിൽ ജീവികളെ പുനഃസൃഷ്ടിക്കുന്നതിനു വേണ്ടി വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കുകയും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പറമ്പിക്കുളം വന്യജീവി സങ്കേതം മലപ്പുറം. പീച്ചി വാഴയാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. ശരിയായിട്ടുള്ളത് പീച്ചി വാഴയാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ, നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ നിലവിൽ വന്ന വർഷവും ജില്ലയുമാണ്. നെയ്യാർ വന്യജീവി സങ്കേതം 1958 തിരുവനന്തപുരം. പേപ്പാറ 1983 തിരുവനന്തപുരം. ചെന്തുരുണി 1984 കൊല്ലം. പെരിയാർ 1950 ഇടുക്കി. ചിന്നാർ 1984 ഇടുക്കി. ഇടുക്കി 1976 ഇടുക്കി. കുറിഞ്ഞിമല 2006 ഇടുക്കി. തട്ടേക്കാട് 1983 എറണാകുളം. മംഗളവനം 2004 എറണാകുളം. ചിമ്മിനി 1984 തൃശ്ശൂർ. പീച്ചി വാഴിയാനി 1958 തൃശ്ശൂർ. പറമ്പിക്കുളം 1973 പാലക്കാട്. ചൂളന്നൂർ 2007 പാലക്കാട്. മലബാർ 2010 കോഴിക്കോട്. വയനാട് മുത്തങ്ങ 1973 വയനാട്. ആറളം 1984 കണ്ണൂർ. കൊട്ടിയൂർ 2011 കണ്ണൂർ. കരിമ്പുഴ 2020 മലപ്പുറം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന. ഏറ്റവും കൂടുതൽ കാട്ടുപോത്ത് കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെറ്റായിട്ടുള്ളത് 1ഉം 3ഉം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി. 1934 നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറിയുടെ ആദ്യ വാർഡൻ SCH റോബിൻസൺ. പെരിയാർ വന്യജീവി സങ്കേതത്തിന് മറ്റൊരു പേര് തേക്കടി വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട്. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. ലോകബാങ്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റൂറൽ ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റ് പഠന പദ്ധതി നടപ്പിലാക്കിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം.
പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1950. പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 1978. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1982. പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്ട് എലിഫന്റിന് കീഴിലായ വർഷം 1992. പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ജില്ല ഇടുക്കി. കേരളത്തിലെ ആദ്യ ടൈഗർ റിസർവ് പെരിയാർ. കേരളത്തിലെ ആദ്യ കടുവ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ 10ാമത്തെ കടുവാ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ്. പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം മംഗളദേവി ക്ഷേത്രം. മംഗളദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. ചിത്രപൗർണമി ഉത്സവത്തിന് മാത്രം തുറക്കുന്ന ക്ഷേത്രം മംഗളദേവി. പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം 777 ചതുരശ്ര കിലോമീറ്റർ. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ഡിപ്പാർട്ട്മെന്റ് രേഖകൾ പ്രകാരം 925 ചതുരശ്ര കിലോമീറ്റർ. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി രേഖകൾ പ്രകാരം 2018 രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സങ്കേതമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ ടൈഗർ റിസർവ് ആൻഡ് പെഞ്ച് ടൈഗർ റിസർവ്, മധ്യപ്രദേശ്. 2018 രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചത് കേരളത്തിന്. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ചെന്തുരുണി വന്യജീവി സങ്കേതം. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ചെന്തുരുണി, 171 ചതുരശ്ര കിലോമീറ്റർ. ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1984. ചെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ടാവൻഗോറിയ. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ്? കുളത്തൂർപ്പുഴ റിസർവ് വനം. ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടത്തുന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി, 2012. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാർ, 1958 വന്നത്. വിസ്തീർണം 128 ചതുരശ്ര കിലോമീറ്റർ. അഗസ്തിയർ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം. 2022 കേന്ദ്ര മൃഗശാല അതോറിറ്റി അംഗീകാരം റദ്ദാക്കിയ നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ സിംഹ സഫാരി പാർക്ക് നെയ്യാർ ലയൺ സഫാരി പാർക്ക്. നെയ്യാർ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്നം ദ്വീപ്, നെയ്യാർ ഡാം. നെയ്യാർ സഫാരി പാർക്ക് ആരംഭിച്ച വർഷം 1984. ഇന്ത്യയിലെ ആദ്യത്തെയും ഏഷ്യയിലെ രണ്ടാമത്തേതുമായിരുന്നു. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ. ഏത് പാർക്കിന്റെ മാതൃകയിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്? നെഹ്റു സുവോളജിക്കൽ പാർക്ക്, ഹൈദരാബാദ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങൾ നെയ്യാർ, പേപ്പാറ, ചെന്തുരുണി. നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം കേരളത്തിൽ 2006 രൂപം കൊണ്ട സങ്കേതം ഏതാണ്? കുറിഞ്ഞിമല. ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞിമല സാങ്ച്വറി, ഇടുക്കി, 2006. കുറിഞ്ഞിമല ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യം നീലക്കുറിഞ്ഞി. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാനം. പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം നീലക്കുറിഞ്ഞി. കേരളത്തിൽ എത്ര ഇനം കുറിഞ്ഞികൾ കാണപ്പെടുന്നു? 18. എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞിയിനം കരിങ്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2006. 2023 സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം വകുപ്പ് പ്രഖ്യാപിച്ച സസ്യം നീലക്കുറിഞ്ഞി. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാർ. രാജ്യാന്തര പ്രസക്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്രാമ പുനരധിവാസ കേന്ദ്രമാണ് ചിന്നാർ വന്യജീവി സങ്കേതം, 1984. ചാമ്പൽ മലയണ്ണനും നക്ഷത്രാമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാർ. ചിന്നാർ വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ടൈഗർ റിസർവ് ആനമലൈ. വെള്ള കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ. കേരളത്തിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. തന്നിരിക്കുന്ന പ്രസ്താവനകൾ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ 18ാമത് വന്യജീവി സങ്കേതം 2019 ജൂലൈ 6 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. 1ഉം 2ഉമാണ് ശരി. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ 18ാമത് വന്യജീവി സങ്കേതം. കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട വന്യജീവി സങ്കേതം കരിമ്പുഴ. കേരളത്തിൽ 2020 നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. വിസ്തീർണം 227.97 ചതുരശ്ര കിലോമീറ്റർ. കരിമ്പുഴ വന്യജീവി സങ്കേതമായി അതിർത്തി പങ്കുവയ്ക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം മുക്കുറുത്തി ദേശീയോദ്യാനം. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖല അമരമ്പലം, വടക്കേക്കോട്ട. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന അപൂർവ ഇനം തവള പന്നിമുക്കൻ തവള. പന്നിമുക്കൻ തവളയുടെ ശാസ്ത്രീയ നാസിക ബാട്ര സഹിയഡ്രൻസിസ്. മുക്കുറുത്തി ദേശീയോദ്യാനം, സൈലന്റ് വാലി എന്നിവ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തി പങ്കിടുന്നു. ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കുറുമാലിപ്പുഴ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഭവാലി നദി. ആർളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴ. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തെന്മല.
കേരളത്തിലെ ആദ്യത്തെ ഹണി ബീ ഫ്ലവർ പാർക്ക് മാവേലിക്കര. പക്ഷി സങ്കേതങ്ങൾ. കേരളത്തിൽ പക്ഷി സങ്കേതങ്ങൾ ഉൾപ്പെടാത്തതേത്? തട്ടേക്കാട്, ചൂലന്നൂർ, മംഗളവനം, ചിന്നാർ. പക്ഷി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് പറയുന്നത്. കുമരകം കോട്ടയം, ചൂലന്നൂർ പാലക്കാട്, മംഗളവനം എറണാകുളം, കടലുണ്ടി മലപ്പുറം, അരിപ്പ തിരുവനന്തപുരം, തട്ടേക്കാട് എറണാകുളം. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ പഠിക്കാനുള്ളൊരു കോഡാണ് പറയുന്നത്. കുമാരൻ ചൂലെടുത്ത് മംഗളയുടെ കടലപ്പരിപ്പ് തട്ടിക്കളഞ്ഞു. കുമാരൻ എന്ന് പറയുന്നത് കുമരകം, ചൂലെടുത്ത് ചൂലന്നൂർ, മംഗളയുടെ മംഗളവനം, കടലുണ്ടി പരിപ്പ് അരിപ്പ തട്ടിക്കളഞ്ഞു തട്ടേക്കാട്. പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്ന മലനിര ബ്രഹ്മഗിരി മലനിര, വയനാട്. ചിത്രകൂടം പക്ഷികൾ കാണപ്പെടുന്ന പക്ഷി സങ്കേതം പക്ഷിപ്പാതാളം. കേരളത്തിലെ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നുവരുന്ന പ്രദേശം തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കോതമംഗലം. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം തട്ടേക്കാട്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. നിലവിൽ വന്നത് 1983. കെ നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചൂലന്നൂർ. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം. കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കോതമംഗലം. സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. കേരളത്തിൽ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം. കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവന പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവന പക്ഷി സങ്കേതം. 0.0274 ചതുരശ്ര കിലോമീറ്റർ. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം മംഗളവനം പക്ഷി സങ്കേതം. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം മംഗളവനം. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതം മംഗളവനം. പക്ഷികളെ കൂടാതെ വിവിധ ഇനം ചിലന്തികളും ആകർഷണമായിട്ടുള്ള പക്ഷി സങ്കേതം മംഗളവനം. കണ്ടൽ വനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം മംഗളവനം. പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം കുമരകം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതം. കുമരകം പക്ഷി സങ്കേതം വികസിപ്പിച്ചത് ജോർജ് ആൽഫ്രഡ് ബേക്കർ. കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കവനാർ. ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതം. കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപ് പാതിരാമണൽ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ദേശീയോദ്യാനങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. ഇതിൽ 2ഉം 3ഉമാണ് ശരി. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം, ഇടുക്കി ജില്ല. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്ക്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ആനമുടി. ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം. മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാട്. ഇരവികുളം പാർക്കിൽ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1970. ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി ഉയർത്തിയ വർഷം 1978. വരയാടിൻ്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസിസ്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാട്. തമിഴ്നാട് സംസ്ഥാന മൃഗം വരയാട്. കേരളത്തിലെ ആദ്യ ഫർണേറിയം നിലയിൽ വന്നത് ഇരവികുളം. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. ഇനി പറയാൻ പോകുന്നത് ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ. പ്രധാന ജീവിവിഭാഗം: മുത്തങ്ങ ആന, പറമ്പിക്കുളം കടുവ, ചിന്നാർ ചാമ്പൽമലയണ്ണൻ നക്ഷത്ര ആമ, ഇരവികുളം വരയാട്, മംഗളവനം കടവാവലുകൾ, ചൂലന്നൂർ മയിൽ. പക്ഷിപ്പാതാളം: ചിത്രകൂടൻ പക്ഷി, കേബിൾ ലംജാവ്, സാങ്ങായ് മാനുകൾ, കാസിരംഗ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഗിർ ഏഷ്യൻ സിംഹം, ദച്ചിങ്ങം, കാശ്മീരി മാനുകൾ, ഹെമിസ് ഹിമപ്പുലികൾ, ഭിത്താർകനിക മുതല, ലവണജല തടാകത്തിൽ അഴിമുഖത്തിൽ കാണപ്പെടുന്ന മുതല, നന്ദൻകാനൽ വെള്ളക്കടുവ, കൂനപാൽപൂർ ചീറ്റപ്പുലി, കച്ച് കാട്ടുകഴുത. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട്. കേരളത്തിൽ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിൻ്റെ പേര് സൈലന്റ് വാലി. സൈലന്ത്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏത്? സിംഹവാലൻ കുരങ്ങ്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984. ഇരവികുളം, പാമ്പാടുംചോല, സൈലന്റ് വാലി, മതിലകട്ടാഞ്ചോല ഇവയിൽ വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം
സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം പെരിയാർ. PSCയുടെ ഉത്തരസൂചിക പ്രകാരം സൈലന്റ് വാലിയായിട്ട് കണക്കാക്കപ്പെടുന്നു. 9.8 കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. കേരളത്തിലെ നിത്യഹരിത വനം സൈലന്റ് വാലി. കേരളത്തിലെ ഏക കന്യാവനം സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 1984. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് 1985 സെപ്റ്റംബർ 7. രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. സൈലന്റ് വാലി റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1914. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം കുല്ലിനിയ എക്സാറിലാറ്റ. സൈലന്റ് വാലി എന്ന പേരിന് കാരണം ചീവീടുകളില്ലാത്തതുകൊണ്ട്. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് റൈറ്റ്. സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷി ബ്ലാക്ക് ബുൾബുൾ. സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം ഓർക്കിഡുകൾ ഇപ്സിയ മലബാറിക്ക എറിയറ്റൈക. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ദേശീയോദ്യാനം സൈലന്റ് വാലി. മഹാഭാരതത്തിൽ സൈലന്ത്രി വനം എന്ന് പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2001. സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന ഗോത്രവിഭാഗം ഇരുളർ കുറുമ്പർ. സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂത്തുപുഴ. സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം മുക്കുറുത്തി. മതിൽകെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോല. 1897 തിരുവിതാംകൂർ ഗവൺമെന്റ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശം മതികെട്ടാൻചോല. മതികെട്ടാൻചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോല. മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം കാട്ടുമല. മതികെട്ടാൻചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻപുഴ, ഞാണ്ടാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. പാമ്പാടുംചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏത്? നീലഗിരി. താഴെ കൊടുത്തിരിക്കുന്ന സവിശേഷതകൾ ഏത് ജൈവമണ്ഡല റിസർവിനെ കുറിച്ചാണെന്ന് കണ്ടുപിടിക്കുക. ഇന്ത്യയിലെ ആദ്യ ജൈവമണ്ഡല റിസർവ്. ഇവ ഉൾപ്പെടുന്ന പ്രദേശം ലോക പൈതൃക പട്ടികയിൽ 2012 യുനെസ്കോ ഉൾപ്പെടുത്തി. നാഗർഹോള ദേശീയോദ്യാനം ഇതിന്റെ ഭാഗമാണ്. വരയാട്, കരിങ്കുരങ്ങ്, സിംഹവാലൻ കുരങ്ങ് എന്നിവയുടെ ആവാസവ്യവസ്ഥ ഇതിൽ ഉൾപ്പെടും. ഉത്തരം നീലഗിരി. നീലഗിരി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ കേരളം, തമിഴ്നാട്, കർണാടക. നീലഗിരി എന്ന പേരിന് അർത്ഥം നീലപർവ്വതങ്ങൾ എന്നാണ്. 1986 സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. മുതുമല വന്യജീവി സങ്കേതം, വയനാട് വന്യജീവി സങ്കേതം, ബന്ദിപ്പൂർ ദേശീയോദ്യാനം, നാഗർഹോള ദേശീയോദ്യാനം, സൈലന്റ് വാലി എന്നിവ ഈ റിസർവിനുള്ളിൽ സംരക്ഷിത പ്രദേശങ്ങളാണ്. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക്. കേരളത്തിലെ ആദ്യ ബട്ടർഫ്ലൈ സങ്കേതമായി ഏത് പ്രദേശമാണ്? ആറളം വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി തെന്മല. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് തെന്മല. കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ റാന്നി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നോക്കി വെക്കണം. ലാസ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക. കേരളത്തിൽ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ തെറ്റായവ കണ്ടെത്തുക. വംശഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർ താലൂക്കിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ആനമുടി ചോല.